ഹായ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മളൊരു നീണ്ട ഒരു ട്രിപ്പായിരിക്കും. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് അമ്മ നീയല്ല ഞാനല്ലേ പോന്നേ. നീയും വരുന്നു? നിനക്ക് ക്ലാസ് ഇല്ലേ? പോടാ. ഇന്നല്ല. ശരിക്കും ഒരു പ്ലാനും ഇല്ലാതിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഈ ഹിമാചൽ ട്രിപ്പ്. ഹിമാചലിലേക്കാണ് നമ്മുടെ യാത്ര. 2 ദിവസം മുമ്പുള്ള പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഒറ്റ മൈൻഡിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു നേരെ ഹിമാചലിലേക്ക്. അതും ഒരുത്തൻ ഇൻസ്റ്റയിൽ ഒരു പരിചയമില്ലാതെ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഈ യാത്ര ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളത്ത് വന്ന് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് നോർത്തിൽ പോയിട്ട് നോർത്തിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലോട്ടുള്ള ട്രെയിൻ കാണാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചേക്കുക. ഇനി എന്തായാലും ഇന്നത്തെ ദിവസം മാത്രമേ ഇങ്ങനെ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത 9-10 ദിവസത്തേക്ക് നല്ല കൂതറ ഫുഡായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ഫുഡും കഴിച്ച് മെട്രോ കയറി. ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ കയറി നേരെ നമുക്ക് എറണാകുളം ടൗണിലോട്ട് പോകാം. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കഴിച്ച് നമ്മളിപ്പം ഇനി ടിക്കറ്റ് എടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ പോകുന്ന പോലെ ഈ യാത്രയും ഫുൾ ജനറലാണ്. ഡൽഹി വരെ, ഡൽഹിയിൽ നിന്നല്ല ഇന്ത്യ ഓൾമോസ്റ്റ് ഫുള്ള് നമ്മൾ ഈ ജനറലാണ് കറങ്ങാൻ പോകുന്നത്. അപ്പം നേരെ നമുക്കിനി നമ്മുടെ ജനറൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ ട്രിപ്പിന് എന്നെ 2 ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്തത് സുനിലാണ്. സുനിൽ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ യാത്ര തിരിക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ തന്നെ പറഞ്ഞ് വേറൊരുത്തനും കൂടെ ഞങ്ങളുടെ കൂടെ ട്രിപ്പിനുണ്ടെന്ന്. അവൻ പാലക്കാട് നിന്നാണ് കയറുന്നത്. അങ്ങനെ അവനെയും വെയിറ്റ് ചെയ്ത് അവനുമായിട്ട് ഞങ്ങൾ ഇപ്പം ജനറൽ ടിക്കറ്റും എടുത്ത് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ഫുൾ നേരം, അടുത്ത ഒരു 3 ദിവസമോ 2 ദിവസമോ എന്തോ ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ അകത്ത് തന്നെയാണ്. അതും മേളിൽ ഫുൾ ബംഗാളി ചേട്ടന്മാരുടെ കൂടെ. Cheers. छोटू हाय बोलो. हाय बोलो. नाम क्या है? പക്ഷെ അവിടെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ കയറി ബംഗാളി ചേട്ടന്മാരായിട്ട് എല്ലാം ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. കണ്ടില്ലേ, ചിലവന്മാരൊക്കെ എൻ്റെ മടി കിടന്ന് അവൻ്റെ മടി കിടന്നൊക്കെ ഉറങ്ങുന്ന. പക്ഷെ വാരണാസി ട്രിപ്പ് പോലെ അത്ര അലമ്പില്ലായിരുന്നു ആ ട്രെയിനിൽ. അലമ്പായിരുന്നു, പക്ഷെ അവരെല്ലാവരുമായിട്ട് കമ്പനി ആയതുകൊണ്ട് അത്യാവശ്യം നൈസായിട്ട് ഓക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ട്രെയിൻ യാത്ര, ഇന്ത്യയിലെ ട്രെയിൻ യാത്ര ഒരിക്കലെങ്കിലും ജനറലി കയറി നോർത്തിലോട്ടൊന്ന് പോയി നോക്കണം. നല്ല ഫീലാണ്. കറക്റ്റ് ഇന്ത്യയുടെ ലൈഫ് എന്തുവാന്ന് ട്രെയിനിൽ കയറിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് അവരുടെ സ്റ്റേഷൻ എത്തിയപ്പോൾ ഇറങ്ങിപ്പോയി. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റും നല്ല കമ്പനിയായിരുന്നു. ഈ ശരിക്കും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഈ ഹിമാചൽ ട്രിപ്പ് തന്നെ തന്നത്. ഈ ഓരോ യാത്രയിലും നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിലും ഓരോ ക്യാരക്ടേഴ്സും ഓരോ ആൾക്കാരുമായിരിക്കും നിങ്ങളോട് യാത്ര ചെയ്യാൻ വേണ്ടി കയറുന്നത്. അവരുടെ കഥകളും, സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം കേട്ട് ഈ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമം വന്നു. ശരിക്കും മനുഷ്യരൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടാണ് വിടുന്നതെന്നറിയാമോ ഒന്ന് ജീവിക്കാൻ വേണ്ടി. ഈ ചേട്ടൻ ആ ട്രെയിനിലെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് ആൾക്കാരോട് ഒരു ഫുഡ് കഴിക്കാനുള്ള പൈസയാണ് ചോദിക്കുന്നത്. ബൈ ബൈ.
കഴിഞ്ഞ 2 ദിവസം നമ്മുടെ കൂടെ എറണാകുളത്ത് നിന്ന് കയറിയ ചേട്ടനാണ്. പെട്ടെന്നൊന്ന് കമ്പനിയാവുകയും ചെയ്തു. ഈ ചേട്ടൻ്റെ ഗ്രാമത്തിലോട്ടും എല്ലാം നമ്മളെ ക്ഷണിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെ നമുക്ക് ഈ യാത്രയിൽ കുറേ കണ്ടു, കുറേ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടു. ദിവസം പ്രോപ്പറായിട്ട് ഫുഡ് പോലും കഴിക്കാത്തതുകൊണ്ട് ഒരു ചേട്ടൻ എനിക്ക് ഒരു ഗുഡ് ആയിട്ട് ബിസ്ക്കറ്റും കൈ തന്നിട്ടാണ് പോയേക്കുന്നത്. ഒരു എലി വന്ന് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി എലി വന്ന് അങ്ങനെ നമ്മൾ ഡൽഹി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പണി കിട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇനി ബാഗ് തയ്ക്കണം. എവിടെ തയ്ക്കുന്ന ഒന്നും ഒരു പിടുത്തമില്ല. പക്ഷെ അപ്പം തന്നെ ഒരു തയ്യലുകാരൻ നമ്മുടെ അടുത്തോട്ട് വന്നു. എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഡൽഹിയിൽ ഭയങ്കര മോഷണവും കാര്യങ്ങളും എല്ലാം പതിവായതുകൊണ്ട് ചിലപ്പം സിബ് പൊട്ടിച്ചിട്ടായാലും ബാഗിൻ്റെ എങ്ങനെയൊക്കെ പൊട്ടിച്ചിട്ടായാലും അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ തയ്ക്കാൻ വേണ്ടി നടക്കുന്നത്. അവിടുന്ന് ഞങ്ങളങ്ങനെ മെട്രോ കയറി നേരെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഫുഡ് സ്പോട്ടിൽ പോയി. കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നോർമലായിട്ടൊരു മാഗി കഴിക്കാമെന്ന് വിചാരിച്ചൊരു മാഗി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കൊച്ചു വന്ന് ചോദിച്ചു, ചേട്ടാ ഫുഡ് വാങ്ങിച്ചു തരുമോ? അങ്ങനെ ഞങ്ങൾ ഫുഡ് പറഞ്ഞു, അതിനും പറഞ്ഞു. അപ്പോൾ അത് നേരെ പാഴ്സൽ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി. ഇത് വിശന്നിരുന്നിട്ട് പോലും അതിൻ്റെ അമ്മയ്ക്ക് കൂടെ കൊടുത്തിട്ട് കഴിക്കാന്നുള്ള ഒരു മനസ്സ് അത് ഭയങ്കരമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി മെട്രോ കയറി പോകുന്നത് സരോജിനി മാർക്കറ്റിലേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഹിമാചലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പുതിയതൊന്നും എടുത്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് നല്ല ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യണം. അതിനാണ് ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ തന്നെ അവിടെ ഹോളി സെലിബ്രേഷൻ നടക്കുമായിരുന്നു. അങ്ങനെ ആ പിള്ളേരുടെ കുറച്ച് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നതും അതുമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ കുറച്ച് ടീഷർട്ടും ഷർട്ട്സും ഒക്കെ നോക്കാൻ വേണ്ടി കയറി. സരോജിനി മാർക്കറ്റ് ശരിക്കും ഒന്ന് ബാർഗെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏത് ടീഷർട്ടും ഒരു 100 അല്ലെങ്കിൽ 150 റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാനും ഒരു 5-6 ടീഷർട്ടൊക്കെ എടുത്ത് ട്രിപ്പിൻ്റെ ഏകദേശം എല്ലാം അങ്ങനെ സെറ്റാക്കി. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സരോജിനി മാർക്കറ്റ് കുറച്ച് കറങ്ങിയിട്ട് ഞങ്ങൾ ഇനി നേരെ സുനിലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി സുനിലിനെയും കൊണ്ട് നമുക്ക് നേരെ ഹിമാചൽ ട്രിപ്പ് തുടങ്ങാം. ഇവിടെ നോക്കിയടാ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ഊബറും വന്ന് ഞങ്ങൾ ഊബറിൽ കയറി നേരെ ഇനി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഊബർ ഓടിക്കുന്ന ആ ചേട്ടനായിട്ട് നല്ല കമ്പനിയായി. ചേട്ടന് പകൽ മൊത്തം വേറെ ജോലിയുണ്ട്, പക്ഷേ നൈറ്റ് ആകുമ്പം ഇതേപോലെ ഊബർ ഓടിക്കാൻ വേണ്ടി ഇറങ്ങും. ശരിക്കും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഡൽഹിയിലൊക്കെ നമ്മൾ ഈ ഊബർ ഓടിക്കുന്നത്. അങ്ങനെ പുള്ളിയോടും ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹിമാചൽ ട്രിപ്പ് തുടങ്ങി. എല്ലാ കാശ്മീർ യാത്രകളും അല്ലെങ്കിൽ എല്ലാ നോർത്ത് ഇന്ത്യൻ യാത്രകളും തുടങ്ങുന്നത് ഈ ഒരു ബോർഡിൽ നിന്നാണ്, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് എല്ലാവരും എല്ലാ ഡ്രീം ഡെസ്റ്റിനേഷനിലോട്ടും അവരുടെ യാത്ര തുടങ്ങുന്നത്. ഇതാണ് ദൃശ്യ 2 ദിവസം മുമ്പേ ആണ് എന്നോട് ഞാനും കൂടെ പോന്നോട്ടെ എന്ന് ചോദിച്ചത് ഈ ഹിമാചൽ ട്രിപ്പിന്. അങ്ങനെ ദൃശ്യനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഞാൻ ഒരു വാരണാസി യാത്ര വെച്ചാണ്. അങ്ങനെ ഒറ്റ മൈൻഡിന് അവളും കയറിപ്പോകും. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? നിസാമുദ്ദീനിലേക്ക് പോവുകയാണ്. നിസാമുദ്ദീനിൽ നിന്ന് രാവിലെ ട്രെയിനിൽ നമ്മൾ നേരെ കൽക്ക പോവും. കൽക്കയിൽ നിന്ന് നേരെ സാംഗലയിലോട്ട് എത്തിയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി. ബൈ.